പിന്നീട് ഉജ്ജയിനിയുടെ നഗരകവാടത്തിലും പരിശോധന നടന്നു. വിക്രമാദിത്യൻ ശകന്മാരെ തീർത്തും പരാജയപ്പെടുത്തി. മാളവത്തിൽ അധികാരം ഉറപ്പിച്ചിട്ട് അധിക കാലമായിരുന്നില്ല. എങ്കിലും അവന്തിയുടെ കീർത്തി ഇതിനകം തന്നെ എങ്ങും പരക്കാൻ വിക്രമാദിത്യൻ്റെ ഭരണം സഹായിച്ചു. ഭൃഗുകച്ചത്തിൽ നിന്നും ഉജ്ജയിനി കടന്ന് വിദിശയിലൂടെ കൗശാംബിയിലേക്കും പ്രയാഗയിലേക്കും എത്തുന്ന പ്രധാന പാതയിലെ സ്ഥലം എന്ന നിലയിൽ വാണിക സംഘങ്ങൾക്ക് ഉജ്ജയിനി വളരെ പ്രാധാന്യമുള്ള ഇടമായിരുന്നു. അവരായിരുന്നു കീർത്തി പരത്തുന്നതിൽ പ്രധാന പങ്കുവഹിച്ചത്. ശകന്മാരുടെ ഭീഷണികളിൽ നിന്നും തങ്ങളുടെ വ്യാപാരത്തെ രക്ഷിച്ചതിൽ അവർക്ക് വിക്രമാദിത്യനോട് വിശേഷാൽ പ്രതിപത്തി തോന്നിയിരുന്നു. പുറത്തുനിന്നുള്ള ഏതൊരു ആക്രമണത്തെയും നേരിടാൻ സുഗമമായ സൈനിക നിരയും സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. മഹാകാലേശ്വര ക്ഷേത്രത്തിനടുത്ത് രാജകീയ സത്രമുണ്ട്. യാത്രക്കാർ സാധാരണയായി അവിടെയാണ് താമസിക്കാറ്. തനിക്കും അവിടെ കുറച്ച് ദിവസത്തേക്ക് തങ്ങാൻ സാധിച്ചേക്കും. ഹരിദത്തൻ പറഞ്ഞതും നഗരകവാടത്തിൽ നിന്നും ലഭിച്ച നിർദ്ദേശവും അതുതന്നെയാണ്. പണം ആവശ്യമായി വരുമോ എന്നറിയില്ല. തൻ്റെ കയ്യിൽ പണമില്ല. പക്ഷേ ഉജ്ജയിനിയിൽ പണത്തേക്കാൾ ജ്ഞാനത്തിനാണ് പ്രാധാന്യമെന്നാണ് കേട്ടത്. നഗരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞ് കൂടെയുണ്ടായിരുന്നവർ ഓരോരോ ലക്ഷ്യങ്ങളിലേക്കും നീങ്ങി. കാലേശ്വര ക്ഷേത്രത്തിനടുത്ത് സത്രത്തിലേക്കുള്ള വഴി ഹരിദത്തൻ പറഞ്ഞു തന്നു. ഉജ്ജയിനിയിലെ പ്രധാന വാണിജ്യ കേന്ദ്രത്തിലേക്ക് പോകുന്ന ഹരിദത്തനോട് യാത്ര പറഞ്ഞു. ഹരിദത്തൻ യാത്രക്കിടയിൽ ഉജ്ജയിനിയെക്കുറിച്ച് വളരെയേറെ പറഞ്ഞിരുന്നു. ക്ഷിപ്ര നദിയാണ് ഉജ്ജയിനിയിൽ ജലമേകുന്നത്. ആളുകൾ ക്ഷിപ്രയെന്ന് പറയുന്നു. ക്ഷിപ്ര വടക്കോട്ടൊഴുകി ചർമ്മണവതിയിൽ ചേരുന്നു. ക്ഷിപ്രയ്ക്ക് പോഷക നദിയായി ഗംഭീര എന്ന ചെറുനദിയും. ദേവാസുരന്മാർ പാൽക്കടൽ കടഞ്ഞ് അമൃതം നേടിയപ്പോൾ അമൃത കലശത്തിൽ നിന്നും അമൃതബിന്ദുക്കൾ ക്ഷിപ്രയിൽ തുളുമ്പി വീണിട്ടുണ്ടത്രേ. അതുകൊണ്ട് ക്ഷിപ്രയെ പുണ്യനദിയായി കരുതുന്നു. ക്ഷീരസാഗര നന്ദിനി. യജുർവേദത്തിലും ക്ഷിപ്രയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. ക്ഷിപ്ര നദിയുടെ അടുത്തെത്തിയപ്പോൾ തീരത്തേക്ക് നടന്നു. മനോഹരമായി ശിലകൾ പാകിയ കടവ്. ഞാവലും ഇലഞ്ഞിയും കടമ്പും മറ്റും തണൽ വിരിക്കുന്നു. അടുത്ത് കണ്ട മരത്തണലിലെ ശിലാഖണ്ഡത്തിൽ ഭാണ്ഡം വച്ചിട്ട് കാളിദാസൻ നദിയിലേക്കിറങ്ങി. ഈ നദി ഈ നാടിൻ്റെ ജീവജലം വഹിക്കുന്നു. വരൾച്ചയുടെ കാലങ്ങളിൽ ദാഹജലത്തിനായി വലയുന്ന ജനങ്ങൾക്ക് ഈ ജീവാമൃതത്തിൻ്റെ വിലയറിയൂ. നദീതീരം കാടും പടലും പിടിച്ച് ക്ഷുദ്രജീവികളുടെ സങ്കേതമല്ലേ. അനാവശ്യമായി വളരുന്ന ചെടികളില്ല. മനോഹര പുഷ്പങ്ങളും കായ്കനികളുമുള്ള ചെടികളും വൃക്ഷങ്ങളുമാണ് തീരത്തെല്ലാം കാണുന്നത്. കടവുകൾ ഭംഗിയായി കല്ലുകൾ പാകി സംരക്ഷിച്ചിരിക്കുന്നു. നദിയിൽ ഒഴുക്ക് ശക്തമാണ്. ജലം നിറഞ്ഞൊഴുകുകയാണ്. മുങ്ങിക്കുളിക്കുവാൻ കഴിയുവോളം ജലത്തിലേക്ക് ഭയം കൂടാതെ ഇറങ്ങാം. ചിലയിടങ്ങളിൽ പ്രകൃതിദത്തമായ ശിലാഖണ്ഡങ്ങളുണ്ട്. അവിടങ്ങളിലും വൃത്തിയും വെടിപ്പുമുണ്ട്. നദിയെ തൊട്ടുവന്ദിച്ച് ജലത്തിൽ മുങ്ങി നിവർന്നു. ഒരു കവിൾ ജലം കുടിച്ചു. സ്നാനം കഴിഞ്ഞ് കയറുമ്പോൾ യാത്രയുടെ എല്ലാ ക്ഷീണവും മാറിയിരുന്നു. തിരികെ പടവുകൾ കയറി മരത്തണലിലെ പാറപ്പുറത്തിരുന്നു. കുറച്ചു നേരം വിശ്രമിച്ച ശേഷം കാളിദാസൻ വീണ്ടും പ്രധാന പാതയിലേക്ക് നടന്നു. നദിയുടെ പശ്ചിമഭാഗത്തും നഗരം വ്യാപിച്ചിരുന്നെങ്കിലും പ്രധാന നഗരം നദിയുടെ പൂർവ്വഭാഗത്തായിരുന്നു. നദി കടന്ന് നഗരത്തിൽ പ്രവേശിക്കാൻ പാലം നിർമ്മിച്ചിട്ടുണ്ട്. കാൽനടയാത്രക്കാർക്ക് മാത്രമല്ല, രഥങ്ങൾക്കും ഭാരമുള്ള ശകടങ്ങൾക്കും പോകാൻ തക്കവിധം ബലപ്പെടുത്തിയത്. നഗരപാതകളും ശിലകൾ പാകി ഭംഗിയായി സംരക്ഷിച്ചിരിക്കുന്നു. പാതയ്ക്കിരുവശവും ചിലയിടങ്ങളിൽ ഫലവൃക്ഷത്തോട്ടങ്ങളെന്ന് തോന്നുന്നതുപോലെ കായ്കനികൾ നിറഞ്ഞ വൃക്ഷങ്ങൾ കണ്ടു. ചിലയിടത്ത് വീടുകളാണ്. ആളുകളുടെ മുഖത്ത് സന്തോഷവും സംതൃപ്തിയുമാണ് കാണുന്നത്. മഹാകാലേശ്വരൻ്റെ ക്ഷേത്രം അന്വേഷിച്ച് മുന്നോട്ട് നടന്ന് കുറേ ചെന്നപ്പോൾ വഴി തെറ്റിയോ എന്ന് സംശയം തോന്നി. ഇടതൂർന്ന് വളരുന്ന വൃക്ഷങ്ങൾ വനപ്രദേശത്തിൻ്റെ പ്രതീതിയാണ് ജനിപ്പിച്ചത്. എങ്കിലും മുന്നോട്ട് തന്നെ നടന്നു. കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ അകലെ ഉയർന്നു കണ്ട ക്ഷേത്രഗോപുരം കാളിദാസന് വഴികാട്ടി. ക്ഷേത്രത്തിനടുത്തെത്തിയപ്പോഴാണ് തൻ്റെ കയ്യിലുള്ള ഭാണ്ഡത്തെക്കുറിച്ച് ബോധവാനായത്. ക്ഷേത്രത്തിലേക്ക് യാത്രക്കാരനെ പോലെ ഭാണ്ഡവും തൂക്കി ചെന്നു കയറുവാൻ പാടില്ല. കാളിദാസൻ സത്രം അന്വേഷിച്ച് കണ്ടെത്തി. സത്രത്തിലെത്തിയ കാളിദാസനെ സത്രം നടത്തിപ്പുകാരൻ ഭവ്യതയോടെ സ്വാഗതം ചെയ്തു.
കാളിദാസൻ സ്വയം പരിചയപ്പെടുത്തി. അയാളുടെ ഭവ്യമായ പെരുമാറ്റത്തിൽ കാളിദാസന് അത്ഭുതമൊന്നും തോന്നിയില്ല. നഗരകവാടത്തിൽ തന്നെക്കുറിച്ച് വിശദമായി ചോദിച്ചപ്പോൾ തന്നെ നഗരത്തിലെ ഭരണ സംവിധാനത്തെക്കുറിച്ചും ആളുകളുടെ പക്വമായ അന്തസ്സാർന്ന പെരുമാറ്റത്തെക്കുറിച്ചും ഏകദേശം ധാരണ ലഭിച്ചിരുന്നു. സത്രം സൂക്ഷിപ്പുകാരനും ഉജ്ജയിനിയുടെ ആ സംസ്കാരത്തിൽ ജീവിക്കുന്നവനാണ്. കാളിദാസൻ മുറിയിലെത്തി ഭാണ്ഡക്കെട്ട് വച്ച ശേഷം പുറത്തേക്കിറങ്ങി. ക്ഷേത്രത്തിനടുത്ത് വിശാലമായ തടാകത്തിൻ്റെ തീരത്തെത്തി നിന്നു. എപ്പോഴും ശാന്തമായി കിടക്കുന്ന തടാകം. ആളുകൾ ഇറങ്ങി കുളിക്കുകയും കൈകാൽ കഴുകുകയും മറ്റും ചെയ്യുന്നുണ്ട്. പക്ഷേ ഓളങ്ങൾ തീരം വിട്ട് മധ്യഭാഗത്തേക്ക് നീങ്ങുന്നില്ല. ഓളങ്ങൾ ഇളകാതെ ശാന്തമായി കിടക്കാനുള്ള കഴിവുണ്ട് ഇതിലെ ജലത്തിന്. ശില്പികളുടെ കരവിരുത് തടാകത്തിൻ്റെ നിർമ്മാണത്തിൽ പ്രകടമാണ്. മഹാകാലേശ്വര ക്ഷേത്രത്തിൻ്റെ ക്ഷേത്രഗോപുരം ജലത്തിൽ വ്യക്തമായി പ്രതിഫലിച്ചു കാണാം. കൈകാൽ കഴുകി ക്ഷേത്രത്തിലേക്ക് നടന്നു. മഹാകാലേശ്വരൻ്റെ നടയ്ക്ക് മുന്നിൽ നിൽക്കുമ്പോൾ മനസ്സിൽ കൂടി 12 ജ്യോതിർലിംഗങ്ങളുടെയും ദൃശ്യം മിന്നിമറഞ്ഞു.